guys, welcome back to our channel. കുറേ ദിവസമായി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയത്. സോ ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ മുന്നേ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യണേ കേട്ടോ. ഇത് എൻ്റെ വേർഷൻ ഓഫ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അതേ റെസിപ്പി ആണെന്നൊന്നും ഞാനിത് അഷ്യൂർ ചെയ്യുന്നില്ല. പക്ഷേ ബ്രോസ്റ്റഡ് ചിക്കൻ ഇങ്ങനെയും ഉണ്ടാക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടും, ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇട്ടിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വേർഷൻസ് എല്ലാം ഒരു മിനിമം 5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും സമയം മാരിനേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിക്കൻ നല്ല ടെൻഡറും നല്ല സോഫ്റ്റും ആവാൻ വേണ്ടിയിട്ടാണ് ഈ മാരിനേഷൻ. അതായത് സാധാരണ മാരിനേഷൻ അല്ല, നമ്മളിതിൽ ബട്ടർ മിൽക്ക് യൂസ് ചെയ്ത്, അതായത് മോര്, അധികം പുളിയില്ലാത്ത മോര് ഉപയോഗിച്ചിട്ടാണ് മാരിനേഷൻ ചെയ്യണത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മോരിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ 5 മണിക്കൂർ മാരിനേഷൻ ചെയ്യുന്നില്ല. മാക്സിമം ഞാൻ ചെയ്യാൻ പോകുന്നത് 2.5 മണിക്കൂറാണ്. അത് ഞാനൊരു പ്രോസസ്സായിട്ടാണ് ചെയ്യണേ. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ചിക്കൻ പീസസ് എടുത്ത് പാത്രത്തിലേക്ക്, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുത്ത്, ഈ ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാത്രം എടുക്കണം കേട്ടോ. ഞാൻ വലിയ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ. കാരണം നമ്മൾ കറി പീസസ് അല്ല, ഇച്ചിരി കൂടി ബിരിയാണി പീസ്, കട്ട് പീസില്ല, അതുപോലത്തെയാണ് പീസ് കേട്ടോ. സോ ഇവിടെ ടോട്ടൽ ഒരു 7 പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി പീസ് ഞാൻ വേറെ ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചു. ഇതിലേക്ക് നമുക്കിനി ഒരു 2 കപ്പോളം ബട്ടർ മിൽക്ക്, ഒരുപാട് പുളിയില്ലാത്ത മോര് വേണം. സോ ആ മോരിലാണ് നമ്മളിനി 1 മണിക്കൂർ ഇതിനെ സോക്ക് ചെയ്ത് അല്ലെങ്കിൽ മുക്കി വെച്ച് ആ ചിക്കനെ ടെൻഡറാക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിലേക്ക് മോരൊഴിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 2 കപ്പ് മോരുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രോസസ്സ് ഓഫ് മാരിനേഷൻ, ഇനി ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്കൊരു മാരിനേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ മാത്രമേ ഞാൻ ഉപ്പൊക്കെ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ചിക്കൻ 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്, മോരിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്. പുളിയില്ലാത്ത മോരാണെന്ന് പ്രത്യേക, ഒരുപാട് പുളി വേണ്ട കേട്ടോ നമുക്ക്. അപ്പോൾ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ആ സമയം ഇനി നമുക്കിതിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് വെള്ളം ഒരുപാട് ചേർക്കാണ്ട് നമുക്ക് മിക്സിയിൽ നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മോരും. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫുൾ നാരങ്ങ നീര് വേണം. അപ്പോൾ ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ട് ഞാൻ അതിൻ്റെ നീരെടുത്ത് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് അത്യാവശ്യം ഈ ചിക്കൻ്റെ മുകളിൽ നല്ല പോലെ പുരട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളത് ഉപ്പ് മാത്രമാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഞാനിവിടെ ഒരു 7 പീസ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. സോ ബ്രോസ്റ്റഡിൽ സാധാരണ ഇത്തിരി ഉപ്പ് കൂടുതലുണ്ടാകും, ലൈക്ക് ബേസിക്കലി ഇത്തിരി കൂടുതലാണ് ഫാസ്റ്റ് ഫുഡിൽ. ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനൊരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് വന്നിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ വരഞ്ഞിടാം. ഞാനിത് വരഞ്ഞൊന്നും ഇടുന്നില്ല, കാരണം അതിൻ്റെ ആ മസാല അതിനുള്ളിലേക്ക് എന്തായാലും പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഏകദേശം 1.5 മണിക്കൂറോളം ഞാനവിടെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു വീണ്ടും. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയുടെ കൂടെ ഞാനിന്ന് 1 കപ്പ് ഓട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്പൈസിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി 1 ടീസ്പൂൺ, ഒരുപാട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ആൻഡ് 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതും ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഇനി അതിൻ്റെ കോട്ടിങ് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എഗ്ഗ് വൈറ്റ്സും യെല്ലോ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അത് ഫുള്ളായിട്ട് മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതാണത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോ പീസസ് ആഡ് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ ചിക്കന് ഈ മൈദയുടെ കോട്ടിങ് കൊടുക്കണം. മൈദ കോട്ടിങ് കൊടുത്തിട്ട് വേണം എഗ് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ മൈദ അത്യാവശ്യം കോട്ട് ചെയ്ത് ഒരുപാട് കട്ടിയിൽ വരുത്തണ്ട കേട്ടോ ആ കോട്ടിങ്.
ഇനി എഗ് വാഷ് ചെയ്യണം. എഗ് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ മിക്സിലിടുക. നിങ്ങൾ മിക്സിലിട്ടത് ഫുൾ കോട്ട് ചെയ്യുക. എക്സ്ട്രാ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തട്ടിക്കളയണം കേട്ടോ. ഇനി നേരിട്ട് നിങ്ങളിതിനെ ഫ്രൈ ചെയ്യുക. എണ്ണയിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാനിടുക. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു എന്നുള്ളൂ ഇവിടെ. ബാക്കിയുള്ളതും ഞാനിവിടെ അതേപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കട്ടെ. എല്ലാ പീസും ഞാനിതാ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കണം നിർബന്ധമില്ല കേട്ടോ. കോട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ കോട്ട് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എണ്ണ ചൂടാക്കുക. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചിക്കൻ ഇടാം. സോ നമുക്ക് ഫ്രൈ ചെയ്യാം. സോ അത് ചൂടായോന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഓട്സിൻ്റെ പീസ് ഒന്ന് ഇട്ട് നോക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇടാൻ പോവാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യണ പോലെ തന്നെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം. ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കാരണം കൊണ്ട് ചിക്കൻ ഒരിക്കലും ഹാർഡ് ആവില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ കഴിക്കുമ്പോൾ. സോ ഇതാ ഏകദേശം എൻ്റെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി നല്ല ബ്രോസ്റ്റഡ് എനിക്ക് വേണ്ട രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് സെറ്റ് ചിക്കൻ കൂടി ഫ്രൈ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കിടിലൻ റോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് ആക്ച്വലി സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ. റെസ്റ്റോറൻറ്റ്സിൽ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണെന്ന് ഞാൻ ഒരിക്കലും അഷ്വർ ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർ അവരുടേതായ സീക്രട്ട് റെസിപ്പീസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി ടേസ്റ്റോടെ കഴിക്കാം. സോ ഇതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ സോസും അതേപോലെ ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ടൊമാറ്റോ സോസും മയണൈസും ആണ് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഇതുണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു മാരിനേഷന് കുറച്ച് സമയം വേണം, അത്രേ ഉള്ളൂ. ഉണ്ടാക്കിയെടുക്കൽ ഭയങ്കര എളുപ്പമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് പറയണം കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.